എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ കോംബോ ആണ്. വളരെ സിമ്പിളായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സും അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 300 ഗ്രാം അളവിൽ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. എല്ലില്ലാത്ത ചിക്കൻ വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബോൺലെസ് ചിക്കനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ വേണ്ടത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ഒരു ചിക്കൻ ഇല്ലേ, ആ ഒരു ചിക്കൻ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. ആ ഒരു സമയം കൊണ്ട് ചിക്കനകത്തുനിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പം തന്നെ അത്യാവശ്യം ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്. ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് അത്യാവശ്യം ഒരു വെള്ളമൊക്കെ വറ്റിയൊന്ന് ഡ്രൈ ആയി വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് അളവിൽ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 3-4 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുകയാണ്. ആ ഒരു വെജിറ്റബിൾസും അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരണം. ഒരുപാട് വെന്തങ്ങ് പോവണ്ട. നമ്മൾ ആദ്യമേ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റ് ആണ്. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു സ്നാക്സിന്റെ മസാലയ്ക്കായിട്ട് നമ്മൾ ഇതുപോലെ ചിക്കൻ ടിക്കാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സ്മോക്കി ഫ്ലേവർ വേണമെങ്കിൽ ഇതുപോലൊരു പാത്രം നടുക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 ചാർക്കോൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുക്കാം. ചാർക്കോൾ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് ആ ഒരു കനൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. കത്തിച്ച ഈ ഒരു ചാർക്കോളിന്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പുക വരും. ഇതിന് നമ്മൾ ഇതുപോലെ അടച്ച് ഒരു 5 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. 5 മിനിറ്റിന് ശേഷം ഇതുപോലെ മൂടി തുറന്ന് ആ ഒരു പാത്രം അങ്ങ് എടുത്തു മാറ്റാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ഇതുപോലെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പാലും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൂറ്റിയതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഒന്നെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ഇതുപോലെ കുരുമുളക് പൊടിയും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ 1 നുള്ള് ചേർത്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കേണ്ടത്. ഇതിലും ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഇതിലും ഒരുപാട് കട്ടി ഉണ്ടാകാനും പാടില്ല. കറക്റ്റ് ഈ ഒരു പാകത്തിലാണ് നമ്മളിത് അടിച്ചിട്ടെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഈ ഒരു നോൺ സ്റ്റിക്കിന് ഒരു പാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്ററിയില്ലേ, ആ ഒരു ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടും ആ ഒരു ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ടിക്ക മസാലയില്ലേ, ആ ഒരു മസാല ഇതിലേക്ക് ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ.
അതിനുശേഷം ഒരു പഴയ പാൻ എടുത്ത് ആ ഒരു പാൻ ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് നമ്മളിത് ഗ്യാസ് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി നമുക്കിതിന്റെ മൂടി വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മൂടി തുറന്നിട്ട് നമ്മളൊരു 3 കോഴിമുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടില്ലേ, ആ ഒരു മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കോഴിമുട്ട അങ്ങ് താഴ്ന്നു പോകത്തില്ല, അതിൽ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളൂ. മുട്ടയെല്ലാം തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചിക്കനില്ലേ, ആ ഒരു ബാക്കിയുള്ള ചിക്കന് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കോ തക്കാളിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിന്റെ മുകളിലേക്ക് നമുക്കൊന്ന് വെതറിയിട്ട് കൊടുക്കാം. എന്നിട്ട് പതിയെ ഇതുപോലൊരു സ്പാച്ചിലോ വല്ലതും വെച്ചിട്ട് ഒരുപാട് ബലത്തിലല്ല, പതിയെ അതിലൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കാം കേട്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മൂടിയിൽ എന്തെങ്കിലും ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഹോൾ നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇടരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്കിത് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 25-30 മിനിറ്റാണ് കേട്ടോ നമുക്കിത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം. നമ്മളെടുക്കുന്ന പാത്രങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ സമയം കുറഞ്ഞൊന്നും വരാം, ചിലപ്പോൾ സമയം കുറച്ചൊന്നും കൂടിയൊന്നും വരാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 25-30 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഇത് കുക്കായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളൊക്കെ കുക്കായി വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ കത്തിയോ വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കുക. ആ ഒരു സ്റ്റിക്കിൽ മാവൊന്നും പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരിക്കും. അഥവാ മാവ് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നതായിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ അടച്ചു വെച്ച് കൊടുത്തത് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ ഒരു മുകൾ ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മുകൾ ഭാഗം നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പതിയെ വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു സൈഡും കൂടെ വേണമെങ്കിൽ മാത്രം നമുക്ക് മൊരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മൊരിഞ്ഞൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുത്തൊരു 2-3 മിനിറ്റും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക എഗ്ഗ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പോള ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കുക. ഈ ഒരു ഡ്രിങ്ക് ആണെങ്കിലും ഇഫ്താറിലേക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല കിട്ടിയിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ അവലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിൽ മട്ട അവലാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ബ്രൗൺ കളർ അവൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു അവലൊരു ക്രിസ്പി പരുവത്തിന് കിട്ടണം, അതിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ക്രിസ്പി ഒരു പരുവത്തിന് നമുക്ക് അവൽ റെഡിയായി കിട്ടും. ഈ ഒരു പാകമായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് നിലക്കടലയാണ് കേട്ടോ. ആ ഒരു നിലക്കടല നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പച്ച നിലക്കടലയാണെങ്കിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലാത്തതാണെങ്കിൽ നമ്മൾ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ആ ഒരു നിലക്കടലയും നമ്മൾ ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്കൊന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസാണ്. ആ ഒരു കസ്കസ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പൊക്കെ അളവിൽ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ആ ഒരു കസ്കസ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറുപഴമാണ് കേട്ടോ. നമുക്കിതിലേക്ക് ചെറുപഴം, പാളയംകോടൻ പഴം എടുക്കാം, അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചെറുപഴം എല്ലാം തന്നെ അതിൻ്റെ ഒരു തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെറുപഴം ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ കുഞ്ഞി ഇടിക്കൽ കാണത്തില്ല, കല്ലിൻ്റെയോ മരത്തിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പ് ചെറിയൊരു ഇടിക്കൽ വെച്ചിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ടെടുക്കുകയോ ചെയ്താലും മതി. നന്നായിട്ട് ഇതുപോലെ ഒരു ചെറുപഴം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മളൊരു മാമ്പഴവും കൂടി ചേർത്ത് കൊടുക്കുക, ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. അതിനുശേഷം ഈ ഒരു മാമ്പഴവും കൂടി ചേർത്ത് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഉടച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ, എങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ മിക്സിയിലിട്ടൊക്കെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇത് കണ്ടില്ല, ആ ഒരു മാമ്പഴവും ചേർത്ത്
ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു നറുനീണ്ടി സിറപ്പാണ്. ഈ ഒരു സിറപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആവശ്യമില്ല. ആ ഒരു നറുനീണ്ടി സിറപ്പ് എത്രത്തോളം ഒരു മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ആ ഒരു കസ്കസ് ആണ്. അതുപോലെ തന്നെ ഒരു നിലക്കടലയും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അവൽ കുതിർന്നു പോകും. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ വേണ്ടത് ഇതുപോലെ നല്ല തണുത്ത പാലാണ് കേട്ടോ. പാൽ ഏകദേശം ഒരു 3/4 ലിറ്ററൊക്കെ നമുക്ക് വേണ്ടി വരും. അത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം കട്ടി വേണോ ഈ ഒരു ഡ്രിങ്കിന് അതിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ചൂടൊക്കെ പോയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച് കൊടുത്ത് നന്നായി തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല തണുത്ത പാല് തന്നെ വേണം നമ്മളിതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം ആ ഒരു കട്ടി വേണോ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് നല്ല തണുത്ത പാല് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു മധുരമൊക്കെ നോക്കുക. ഇതിലിപ്പോൾ ഒരു കറക്റ്റ് ഒരു മധുരമായിട്ടുണ്ട്. അഥവാ മധുരം നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നന്നായി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിലിപ്പോൾ കറക്റ്റാണ് ആ ഒരു മധുരമൊക്കെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു അവൽ ഒരു 3-4 ടീസ്പൂണൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു അവൽ മിൽക്ക് സർബത്ത് കുടിക്കുന്ന സമയത്ത് ആ ഒരു അവൽ നല്ല കടിക്കാൻ കിട്ടുന്ന ഒരു ക്രിസ്പി പരുവനെ നമുക്ക് കടിക്കാൻ കിട്ടുന്നത്. അവൽ കുതിർന്ന് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഇതുപോലെ നമ്മളൊരു 3-4 ടീസ്പൂണൊക്കെ ഓരോ ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളൊരു നന്നാറി സിറപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബൂസ്റ്റ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവൽ കുറച്ചും കൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു മിക്സ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി അവലിട്ട് കൊടുക്കുക നടുഭാഗത്തായിട്ട്. എന്നിട്ട് വീണ്ടും ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വേണം നമ്മളിത് കുടിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു അവലൊക്കെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു അവലും ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ ആ ഒരു രീതിക്ക് കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അവലൊക്കെ കുറച്ചും കൂടി കഴിക്കാൻ വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും. നല്ല ചൂട് സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ 1-2 ഗ്ലാസ് നമ്മളിത് കുടിച്ചു പോകും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.